പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മോർണിംഗ് റൈഡിലാട്ടോ. ഞാനും ഉണ്ട്, ക്യാമറയുടെ പിന്നിൽ നമ്മുടെ റോമി ബ്രോ ഉണ്ട്, റോമി ബ്രോയുടെ ബൈക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു റോഡ് ബൈക്ക് ഇത് എടുത്തിട്ട് ഇപ്പം ഒരു മാസമായില്ലേ ബ്രോ? ഒരു മാസം കഴിഞ്ഞു. മെറിഡ സ്കൾപ്ചറ 300 റിം. ഇതിൻ്റെ റിവ്യൂ ഓൾറെഡി ബ്രോയുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൈക്ക് എടുക്കാനുള്ള കാരണം വെച്ചാൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ടും ഇതിൻ്റെ ഒരു ജോമെട്രി, പിന്നെ ഈ ഒരു ഓഫ് കോഴ്സ് ഈ ഒരു ബ്രാൻഡ് മെറിഡ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസിൽ നമുക്ക് ഇവർ തരുന്ന ഒരു സ്പെക്ക്. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്തത്. ഈ ഒരു സ്കൾപ്ചറ സീരീസ് എന്ന് പറയുന്നത് ഇവർക്ക് 100 സീരീസ് വരുന്നുണ്ട്, 1000 സീരീസ് ഉണ്ട്. 100 സീരീസിൽ അലോയ് ഫ്രെയിമാണ് വരുന്നത്, 1000ലേക്ക് വരുന്നതിനും കാർബൺ ഫ്രെയിം, അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടും ഇതിൻ്റെ ഒരു സ്റ്റൈലിങ് നോക്കാം. വണ്ടിയുടെ ഇതാണൊരു ഈ ഒരു കളർ അടിപൊളിയാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പം കുറച്ച് ലൈറ്റ് ബ്ലൂ അല്ല നമുക്ക് തോന്നിയത്. വണ്ടി നേരിട്ട് നമുക്ക് ടോട്ടലി ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഒരു ബ്ലൂ കളറാണ്, ഡാർക്ക് ബ്ലൂ ആട്ടോ. ഒരു മാറ്റ് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് വേറെ ഒരു ബ്ലാക്ക് കളറോടെ വരുന്നുണ്ട് അല്ലേ. വളരെ മിനിമം ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് മെറിഡയുടെ ഒരു ബാഡ്ജിങ് ഈ ഒരു ഡൗൺ ട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒരു ബ്ലൂവിൽ തന്നെ വളരെ ഡാർക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് ഒരു സ്കൾപ്ചറ ഒരു ബ്രാൻഡിങ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടി ലുക്ക് വൈസ് ഇത് കണ്ടോ, അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ചെറിയൊരു ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ടതേ, ഇത് എത്ര കിലോ ഉണ്ട് ബ്രോ? ഇത് നമ്മുടെ പെഡലും കൂടെ കൂട്ടി എത്രയാണ്? 9.5 കിലോ ഉണ്ട്. ഒരു കാർബൺ ബൈക്കിനേക്കാൾ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ടത് മെയിനായിട്ടും ഇതിൻ്റെ ഒരു ജിയോമെട്രിയാണ്. അതായത് റോഡ് ബൈക്ക് എന്ന് പറയുന്നത് നമുക്ക് ജിയോമെട്രീസ് ഡിഫറെൻറ്റ് ടൈപ്പ് ജിയോമെട്രീസ് വരുന്നുണ്ട്, എൻഡ്യൂറൻസ് വരുന്നുണ്ട്, റേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജിയോമെട്രി നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് റേസ് ജിയോമെട്രി ആണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. എൻഡ്യൂറൻസ് ആണോ എന്നാൽ എൻഡ്യൂറൻസ് അല്ല. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിഡിൽ അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് വണ്ടി. ഇവർക്ക് തന്നെ എൻഡ്യൂറൻസ് ജിയോമെട്രി വരുന്നുണ്ട്, അത് സെപ്പറേറ്റ്. അതായത് എൻഡ്യൂറൻസ് സീരീസ്, മെറിഡ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞ് തന്നെ വരുന്നത്. അതിൻ്റെ വ്യത്യാസം ജിയോമെട്രി ഉള്ള വ്യത്യാസമാണ്. ഏകദേശം ലുക്ക് കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ ട്രക്കിൻ്റെ എമൗണ്ട സീരീസ് ഇല്ലേ, ഏകദേശം അതിനോടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാം ആ ഒരു ജിയോമെട്രി ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ നോക്കിയത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ഒരു എൻഡ്യൂറൻസിലേക്ക് പോകാതെ ഇതിലേക്ക് വരാനുള്ള കാരണം വെച്ചാൽ അത്യാവശ്യം ഒരു വണ്ടി കൊണ്ട് നമുക്കൊരു ലോങ് റൈഡ് ചെയ്യാനും പറ്റണം. എന്നാൽ പെർഫോമൻസ് നല്ലൊരു സ്പീഡും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കൾപ്ചർ തന്നെ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് 6066 അലോയ് കമ്പോണൻസ് ആണ്. അതായത് നമുക്കറിയാം 6061നേക്കാളും അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അലോയ് എലമെൻസിലുള്ള റേഷ്യോയിലൊക്കെ ഉള്ളൊരു വ്യത്യാസമാണ്. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടല്ലോ 6061 നിന്ന് 6066ലേക്ക് വരുമ്പോഴത്തേനും വണ്ടി കുറച്ചുകൂടെ ലൈറ്റർ ആകും ഫ്രെയിം, അതുപോലെ തന്നെ മോർ സ്ട്രോങ്ങർ. അതാണ് ആ ഒരു മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. വണ്ടി അതായത് ഇത് ഈ ബൈക്ക് എന്ന് പറഞ്ഞാൽ 6066 ട്രിപ്പിൾ ബട്ടഡ് ഫ്രെയിം ആട്ടോ. അതായത് ബട്ടിങ് എന്താണെന്ന് നമ്മൾ ഇതിനു മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ സിംഗിൾ ബട്ടിങ്, ഡബിൾ ബട്ടിങ്, ട്രിപ്പിൾ ബട്ടിങ് അങ്ങനെ വരുന്നത് ട്രിപ്പിൾ ബട്ടഡ് ഫ്രെയിം ആട്ടോ. അതുകൊണ്ട് തന്നെ അത്രയും ബട്ടിങ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സൂപ്പർ ഫാസ്റ്റ് ആട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു ജോമെട്രി, ഒരു പെർഫോമൻസ് ജോമെട്രിയാണ് ഈ ഒരു ബൈക്കിനുള്ളത് കേട്ടോ. ഇത് നമുക്ക് 100 മുതൽ 400 വരെ വരുന്നുണ്ട്. ഇത് ടിയാഗ്ര കമ്പോണൻസ് വരുന്ന വണ്ടിയാണ് 300. ഇതിൻ്റെ 400 ആണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വരുന്നത്. ഇത് 300 തന്നെ നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് റിം ബ്രേക്ക് ആട്ടോ. അതെടുക്കാനുള്ള കാരണം ആക്ച്വലി റോമി ബ്രോ ഒരു ക്ലാസിക് റിം ബ്രേക്ക് ലവറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൈക്ക് തന്നെ ഈ ഒരു റിം ബ്രേക്ക് മോഡൽ തന്നെ ചൂസ് ചെയ്തത്. പിന്നെ നമുക്കത് ഈ ഫ്രെയിമിലേക്ക് വന്നാൽ ഇത് ഇവിടെ ഒരു സംഭവം, ഒരു സ്റ്റിക്കർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് UCI അപ്രൂവ്ഡ് ആട്ടോ. കണ്ടോ, UCIയുടെ സ്റ്റിക്കർ കണ്ടില്ലേ. അതായത് അവരുടെ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഇറക്കിയേക്കുന്ന ഒരു ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ്. ഇത് കണ്ടോ, ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് ആണ്. നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ ആയിക്കോട്ടെ ഗിയേഴ്സിൻ്റെ ഒക്കെ ഇൻറ്റേർണലായി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ജാഗ്വാറിൻ്റെ കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ അകത്ത് ഇന്നറിൽ ആ ഒരു ഇത് വയറ് മാത്രമേ ഉള്ളൂ, കോട്ടിങ് ഇത്രയല്ലേ വരുന്നുള്ളൂ. ഇത് പക്ഷേ എന്നാൽ ബ്രേക്കിൻ്റെ ഫുള്ളാട്ടോ വിട്ടേക്കണേ. കംപ്ലീറ്റ് ആ ഒരു കേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പ്യുവർ ഒരു റേസ് ബൈക്കിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് കുറേയുടെ എയറോ ആയിരിക്കും. ഈ വണ്ടി എന്ന് വെച്ചാൽ കുറച്ചൊന്ന് എയറോ ആണല്ലേ. നമ്മളൊരു പ്രോപ്പർ ഒരു എൻഡ്യൂറൻസ് വണ്ടി ഓടിക്കാനല്ല, എന്നാൽ നമുക്കൊരു അത്യാവശ്യം കംഫർട്ട് ഉണ്ടെന്ന് തന്നെ പറയണം. പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആട്ടോ, അത് ഒരു രക്ഷയില്ല. വണ്ടി നല്ല റോളിങ് ആട്ടോ. അത് ഒരു ഹൈബ്രിഡിൽ നിന്ന് മാറി ഫയർഫോക്സ് റാപ്പിഡ് ഉപയോഗിച്ച് റോയൽ ബ്രോ ഇതിലേക്ക് മാറിയതിനും ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ഇനി നമുക്ക് ഫോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൈക്കിൻ്റെ ഫോർക്ക് എന്ന് പറയുന്നത് ഫുൾ കാർബൺ ഫോർക്ക് ആട്ടോ. അത് മെറിഡ 100 മുതൽ 400 വരെ കാർബൺ ഫോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേണ്ട. പിന്നെ നമുക്ക് ഫ്രണ്ടും റിയറും നമുക്ക് ക്വിക്ക് റിലീസ് അവൈലബിൾ ആട്ടോ. സ്പെക്കിലേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു
ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ കമ്പോണൻസ് നോക്കാം. അപ്പോൾ ഇത് ടിയാഗ്രയാണ്, ഷിമാനോ ടിയാഗ്രയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ആ ഒരു ഷിഫ്റ്റർ ആയിക്കോട്ടെ, അതിൻ്റെ ഡിറൈലർ, ഫ്രണ്ട് ആൻഡ് റിയറൊക്കെ ഷിമാനോ ടിയാഗ്രയാണ് വരുന്നത്. കംപ്ലീറ്റ്ലി ടിയാഗ്ര. ഇതിൻ്റെ ബ്രേക്ക്, ഈ ഒരു റിം ബ്രേക്ക് മോഡലിൽ ഇവർ മെറിഡയുടെ തന്നെ ബ്രേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡിസ്കിലേക്ക് വരുമ്പോഴത്തേനും ടിയാഗ്രയുടെ തന്നെ ഡിസ്ക് അവൈലബിൾ ആട്ടോ. ഇതിൽ മെറിഡയുടെ തന്നെ ബ്രേക്കാണ്. ബാക്കിയെല്ലാം തന്നെ ടിയാഗ്ര കമ്പോണൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ക്രാങ്കൊക്കെ ടിയാഗ്രയാണ് വരുന്നത് കേട്ടോ. 50-34 നോർമലി നമ്മളൊരു റോഡ് ബൈക്കിന് വരുന്ന അത് തന്നെ. പിന്നെ റിയറിൽ നമുക്ക് ഇതിൻ്റെ കാസറ്റ് സ്റ്റോക്ക് വരുന്നത് 1228 ആണ്. അപ്പോൾ അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. അത് നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 1134 ഇട്ടു. കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഏരിയയ്ക്ക് ഒന്ന് ക്ലൈമ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെച്ചാൽ ക്ലൈമ്പ് ചെയ്യണം, എന്നാൽ ഒരു പെർഫോമൻസിന് അധികം കുറവ് വരാത്ത രീതിയിൽ ചെറിയൊരു അപ്ഗ്രേഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. KMCയുടെ ഒരു ചെയിൻ ആട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവ് ട്രെയിൻ. പിന്നെ കോക്പിറ്റ് നമുക്ക് ഇഷ്ടം നോക്കാം. ഹാൻഡിൽ ബാർ അതൊക്കെ മെറിഡയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെറിഡയുടെ അലോയ് ഹാൻഡിൽ ബാറാണ്. അതിൻ്റെ സാഡിൽ വരുന്നതൊക്കെ മെറിഡയുടെ കേട്ടോ. സീറ്റ് പോസ്റ്റ് അതെ. പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രെയിം സൈസ് പറഞ്ഞില്ല. നമുക്ക് ഈ വണ്ടിക്ക് മെറിഡയുടെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു ഫ്രെയിം സൈസ് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നത് XXL മുതലുണ്ടല്ലേ, അതുപോലെ എക്സ്ട്രാ ലാർജ് വരെയുള്ള ഫ്രെയിംസ് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, സ്മോൾ മീഡിയം എന്ന് പറഞ്ഞൊരു സൈസ് കേട്ടോ. അതായത് സ്മോളിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു സൈസാണ് സ്മോൾ മീഡിയം. ബ്രോയുടെ ഒരു ഹൈറ്റും ഇൻസീമൊക്കെ വെച്ചിട്ടുള്ളൊരു സൈസ് തന്നെയാണ്. പിന്നെ നമുക്ക് ചെറിയൊരു വ്യത്യാസം ഇവിടെ വരുത്തിയത് ഈ ഒരു ഇതിൻ്റെ സ്റ്റെമ്മ് ഷോർട്ടറാക്കി. ഇതിൽ സ്റ്റോക്ക് എത്രയാണ്? 10 എത്രയാണ്? 100 അത് തന്നെ, സോറി 100 ആയിരുന്നു. അത് മാറ്റിയപ്പോൾ നമ്മൾ 70ലേക്ക് മാറ്റി. അത് മെറിഡയുടെ അല്ല, അത് കൺട്രോൾ ടെക്കിൻ്റെ സ്റ്റെമ്മാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് റീച്ച്, ചെറിയ റീച്ച് കൂടുതലായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ മാറ്റിയതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പെഡൽ സ്റ്റോക്ക് വരുന്നില്ല. നമ്മളൊരു MTB പെഡലാണ് ഇട്ടേക്കണത്. കണ്ടോ, ക്ലീറ്റ്സ് യൂസ് ചെയ്യാനായിട്ട്. നമുക്കൊരു 2 രീതിയിൽ നോർമൽ ഷൂ ഇട്ട് യൂസ് ചെയ്യാം, നമുക്ക് ലോക്ക് ഇട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു അത്രയും വ്യത്യാസമാണ് നമ്മൾ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാസറ്റ് മാറി, പെഡൽ മാറി, അതുപോലെ തന്നെ സ്റ്റെമ്മ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് മെറിഡയുടെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീൽ സെറ്റ് നോക്കാം കേട്ടോ. അതും മെറിഡയുടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെറിഡയുടെ ഒരു ഡബിൾ വാൾ അലോയ് റിമ്മാണ് കൊടുത്തിരിക്കുന്നത്. അത് 28 സ്പോക്കാട്ടോ ടോട്ടൽ വരുന്നത്. അതിൻ്റെ ഹബ്ബ് ആയിക്കോട്ടെ അതൊക്കെ മെറിഡയുടെ അല്ലേ, മെറിഡയുടെ തന്നെയാണ് ഹബ്ബ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടയർ ഇത് 700x25C ആണ് ടയർ. ഇത് 28 നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഈ ഒരു അല്ലേ, മാക്സിമം 25 തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ടയർ മാക്സിസിൻ്റെ പെർസ്യൂർ എന്ന് പറഞ്ഞ ടയറാട്ടോ. നല്ല ഈ ടയറിന് ഒരു ടയറിന് എത്ര 2500-3000 രൂപ പ്രൈസ് വരുന്നുണ്ട്. നമ്മുടെ ഡിറ്റനേറ്ററിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പെർസ്യൂർ ടയറാണ് വരുന്നത്. എൻ്റെ ഗ്രിപ്പ് കാണിച്ചു കൊടുത്തത് ബ്രോ, കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് വരുന്നത്. നല്ല റോളിംഗ് ആട്ടോ ടയറിൻ്റെ ഭാഗത്ത്. പിന്നെ ഈ ഒരു ബൈക്ക് നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസ് എത്ര 1 lakh അടുത്ത് വന്നിട്ടുണ്ടല്ലേ. ബൈക്കിന് മാത്രം 99,000 സംതിങ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആക്സറീസ് ഒക്കെ ചെയ്തതിന് ഒരു 1.15 മേളിൽ പോയിട്ടുണ്ട്. ആ ഒരു പ്രൈസ് നോക്കി നമുക്ക് ട്രിപ്പിൾ ബട്ടഡ് ഫ്രെയിം, ഈ ഒരു ടിയാഗ്ര കമ്പോണൻസ്, എനിക്ക് തോന്നാനുള്ള ഇതിൻ്റെ കോമ്പറ്റീറ്റർ ഇത്രയും ഒരു സ്പെക്ക് അത് ഈ ഒരു മെറിഡ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു കാറ്റഗറിയിൽ വേറെ ആ ഒരു ഫ്രെയിം തന്നെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ട്രിപ്പിൾ ബട്ടഡ് ഫ്രെയിമാണ്, വളരെ ലൈറ്റ് വെയിറ്റ്. ഇത് കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് എടുത്തു. ആക്ച്വലി ഈ ഒരു ബൈക്ക് എടുക്കാനുള്ള കാരണം അതാണ്. ബ്രോ അത്യാവശ്യം വിർച്വൽ ചലഞ്ചൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസ് വേണമല്ലോ. പിന്നെ നമ്മുടെ ആദ്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയയാണ്, കുറച്ച് ക്ലൈമ്പിങ് റേഷ്യോ കിട്ടാനാണ് നമ്മൾ അത്തരത്തിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ റൈഡിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ കുറച്ച് റോഡ് ബൈക്സ് ഒക്കെ ടെസ്റ്റ് റൈഡൊക്കെ ചെയ്ത് നോക്കിയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഒരു പെർഫോമൻസ് ലെവൽ അതൊരു വേറെ ഒരു ലെവൽ തന്നെ കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ഒരു ട്രക്കിൻ്റെ എമൗണ്ടൊക്കെ റൈഡ് ചെയ്ത് ഏകദേശം ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ജസ്റ്റ് ഈ ഒരു ബൈക്ക് ഒന്ന് റിവ്യൂ ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഈ ഒരു ബൈക്കിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോഡ് ചോദിക്കുക. ആക്ച്വലി ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ്ടോ. അപ്പോൾ റോഫി ബ്രോനെ കോൺടാക്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല, എത്രയാണ് പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അടിക്കാതെ ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.